നമസ്കാരം 24+ലേക്ക് സ്വാഗതം. ജനഹിതത്തിലെ സ്ഥാനാർത്ഥികളോടൊപ്പം ഇന്ന് പള്ളിക്കത്തോട് പഞ്ചായത്തിലെ 3-ാം വാർഡിലെ NDA സ്ഥാനാർത്ഥിയായ സനു ശങ്കറാണ്. ഇദ്ദേഹം 9-ാം വാർഡിലെ നിലവിലെ ജനപ്രതിനിധിയാണ്. അതോടൊപ്പം 3-ാം വാർഡിലെ നിലവിലെ ജനപ്രതിനിധിയായ ജയ വിജയനും ചേരുന്നുണ്ട്. സ്ഥാനാർത്ഥികളുടെ വിശേഷങ്ങളും ഇലക്ഷൻ പ്രചരണങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വേഗം ഇവരുടെ വിശേഷങ്ങളിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. നമസ്കാരം. ഞാൻ പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിൽ 3-ാം വാർഡിലെ ഈ ഇലക്ഷനിലെ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സനു ശങ്കറാണ്. ഞാൻ ഇപ്പോൾ ഈ വാർഡിലെ ഇലക്ഷൻ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ ഒരു മൂന്ന് റൗണ്ട് വീടുകൾ കയറാനായിട്ട് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. വാർഡിലുള്ള എല്ലാ വീടുകളിലും ഏകദേശം എത്തിച്ചേരാനായിട്ട് എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഒട്ടുമുക്കാൽ ആൾക്കാരെ കാണാനും സാധിച്ചു, നേരിട്ട് കാണാനും സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വാർഡിലെ കഴിഞ്ഞ കാലത്ത് നമുക്കറിയാം ജയചേച്ചി ആയിരുന്നു ഇവിടുത്തെ മെമ്പർ. അപ്പോൾ NDAയുടെ തന്നെ മെമ്പറാണ് ജയചേച്ചി തുടങ്ങി വെച്ച കുറേയധികം കാര്യങ്ങൾ, ഇവിടെ നടത്തിയ കുറേയധികം വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ വാർഡിൽ നടന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ഈ നാട്ടിലെ മൊത്തത്തിൽ NDAയുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും ഞങ്ങളുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകമായിട്ട് ഈ വാർഡിൽ ജനങ്ങളിൽ നിന്ന് നല്ല സപ്പോർട്ട് എനിക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം നല്ല കോൺഫിഡൻസ് ഇപ്പോൾ ഈ സന്ദർഭത്തിലുണ്ട്. ഈ വാർഡിലെ വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട്, അവരിൽ ഒരാളായി നിന്നുകൊണ്ട് ഈ വാർഡിലെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാനായിട്ട് അവരുടെ സംവിധാനം എനിക്ക് വേണ്ടിയിട്ട് അത് തരും എന്നുള്ള ഒരു ഉത്തമ വിശ്വാസം ഇപ്പോൾ എനിക്കുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിൽ NDA ഭരണത്തിലെത്തുന്നതിനായിട്ട് ഒക്കെ ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ട് മൊത്തത്തിൽ നമുക്ക്. അപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിൽ 3-ാം വാർഡിൽ കഴിഞ്ഞ ഏതാണ്ട് ഒരു 12 വർഷത്തോളമായിട്ട് ഞാൻ ആശാവർക്കറായിട്ട് ജോലി ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 3-ാം വാർഡിൽ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുകയും എന്നെ ഈ 3-ാം വാർഡിലെ ജനങ്ങൾ കരുതലോടെ എന്നെ കണ്ട് അവരുടെ 3-ാം വാർഡിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് എന്നെ അവരുടെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് എനിക്ക് വോട്ട് വരികയും എന്നെ ജയിപ്പിക്കുകയും ചെയ്ത ആ നല്ലവരായ നാട്ടുകാരോട് ആദ്യമേ തന്നെ ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഞാൻ അവർക്ക് കൊടുത്ത വാക്കുകൾ ഏകദേശം ഞാൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മയിൽ. വഴിയായിട്ടാണെങ്കിലും കുടിവെള്ള പദ്ധതിയായിട്ടാണെങ്കിലും അതുപോലെ തന്നെ വഴിയില്ലാത്തവർക്ക് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു നടപ്പാത, അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കുന്നിൻ്റെ മുകൾ ഭാഗത്ത് ഒരു 10-20 വീട്ടുകാർക്ക് ഒട്ടും വെള്ളമില്ലാതിരുന്ന സമയമാണ്. അവർ എല്ലാ മാസവും തന്നെ അവർ ഒന്നേ വണ്ടിക്ക് വെള്ളം ഇറക്കുക, അല്ലെങ്കിൽ താഴ്ഭാഗത്തു നിന്ന് ചുമന്ന് കയറ്റിക്കൊണ്ടിരുന്ന അവസ്ഥയായിരുന്നു. അങ്ങനെ ഒരു 10-20 വീട്ടുകാർക്ക് ഈ 2-3 വർഷം കൊണ്ടാണെങ്കിൽ തന്നെ ഞാനൊരു കുടിവെള്ള പദ്ധതി പൂർത്തീകരിച്ച് നൽകി. അങ്ങനെ നല്ല നല്ല പ്രവർത്തികൾ ഞാൻ ഈ വാർഡിന് വേണ്ടിയിട്ട് ചെയ്യാൻ എന്നെക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ നാട്ടുകാരുടെ ഇവരുടെ സഹായം കൊണ്ട് എനിക്ക് കൂടുതൽ ആൾക്കാർ, അതുപോലെ തന്നെ രോഗികളെ കണ്ടെത്തുന്ന രോഗികളുടെ അടുത്ത് പോവുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും അതുപോലെ തന്നെ നമ്മുടെ എന്ത് കാര്യത്തിന് എന്നെ വിളിച്ചാലും ഞാൻ അവരുടെ അടുത്ത് ഓടിയെത്തുകയും അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ എൻ്റെ പിന്തുടർച്ച എന്നോണം ഞങ്ങളുടെ ഒരു റോഡ്, എടുത്തു പറയത്തക്ക ഒരു റോഡുള്ളത് കൃഷിഭവൻ മുല്ലൂർപ്പടി റോഡ് ഏതാണ്ട് ഒരു 10-20 വർഷം മുൻപ് പണി തീർത്തതാണ്, വഴി വെട്ടി തീർന്നതാണ്. പക്ഷേ UDFൻ്റെ ഭരണമായിരുന്നു നമ്മുടെ വാർഡിൽ തുടർച്ചയായി നടന്നുകൊണ്ടിരുന്നത്. 15 വർഷം മിച്ചം വെട്ടിക്കിടന്നിട്ട് അവർ നമുക്ക് ഒന്നും ചെയ്തു തന്നിട്ടില്ല. നമ്മൾ MLAയോടും MP യോടും അതുപോലെ തന്നെ ബ്ലോക്ക് മെമ്പറോടും എല്ലാം നമ്മൾ സാമ്പത്തികം ചോദിച്ചിട്ട് അവരാരും പൈസ നമുക്ക് തന്നില്ല. നമ്മുടെ വാർഡിൻ്റെ ഫണ്ട് കിട്ടിയതിൽ നിന്നുകൊണ്ട് ഞാൻ ഏകദേശം ഒരു പകുതി ഭാഗത്തോളം ആ വഴി പൂർത്തീകരണം നടത്തിയിട്ടുണ്ട്. അതുപോലെ ഇപ്പോഴും ഞങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട്, കാരണം MLA 2 തവണ എനിക്ക് പൈസ തരാമെന്ന് പറഞ്ഞു. 5 ലക്ഷം രൂപ വെച്ച് 2 തവണ തരാം എന്ന് വാക്ക് പറഞ്ഞിട്ട് അതെനിക്ക് തന്നില്ല. എന്നിട്ട് നമ്മുടെ പ്രസിഡൻ്റായിരുന്ന ഒരാൾ എന്നോട് നേരിട്ട് പറയുണ്ടായി, 3-ാം വാർഡിന് തരികയില്ല ചേച്ചി എന്നാണ് പറഞ്ഞത് MLAയുടെ ഫണ്ട്. അങ്ങനെ പോലും നമുക്ക് ഒരു MLA കൊണ്ടോ MP കൊണ്ടോ ഒന്നും ഒരു ഉപകാരവും കിട്ടിയിട്ടില്ല. എൻ്റെ വാർഡിൻ്റെ ഫണ്ടിൽ കിട്ടാനുള്ള വാർഡ് ഫണ്ട് കൊണ്ട് അതിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ വാർഡിന് വേണ്ടിയിട്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കി എന്നോണം എൻ്റെ പിന്തുടർച്ചയായിട്ട് നമ്മൾ ഈ പ്രാവശ്യം
നമ്മുടെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് NDA സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് സനു ശങ്കറാണ്. അപ്പോൾ ഞാൻ ചെയ്ത് വെച്ചതും തുടങ്ങിയതും ഇനി തീർക്കാനുള്ളതും പുതിയ കാര്യങ്ങളും എല്ലാം അത് ഒരു പിന്തുടർച്ച എന്നോണം സനു ചെയ്ത് തീർക്കുമെന്ന് എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. സനു അതിന് പറ്റിയ ഒരു ആൾ തന്നെയാണ് നമുക്ക് സ്ഥാനാർത്ഥിയായിട്ട് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത്. എല്ലാവരുടെയും സഹകരണം എന്നിൽ അർപ്പിച്ച ആ ഒരു വിശ്വാസം സനു ശങ്കറിനും കൊടുക്കണമെന്നാണ് എൻ്റെ ഈ 3-ാം വാർഡിലെ എല്ലാവരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. 14 വർഷമായി ഞങ്ങളിവിടെ താമസിക്കാൻ വന്നിട്ട്. ഈ വഴി ഒട്ടും യോഗ്യമല്ലായിരുന്നു നടക്കാനായിട്ട്, കല്ല് ഒക്കെ ആയിട്ട് രോഗികൾക്ക് ഒന്നും പോകാനായിട്ട് പറ്റത്തില്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഇന്ന് ജയചേച്ചി കയറി കഴിഞ്ഞിട്ടാണ് ഇത്രയും സഞ്ചാരയോഗ്യമാക്കി ഞങ്ങൾക്ക് തന്നെ. ഞങ്ങൾക്ക് 5-8 വീട്ടുകാർക്ക് വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയിൽ 1-ാം വാർഡ് മെമ്പറായ ജയ വിജയൻ്റെ നേതൃത്വത്തിൽ എൻഹരി ഈ കിണർ കുത്തിത്തരികയും ഇതിൻ്റെ ബാക്കി പണി മെമ്പറുടെ നേതൃത്വത്തിൽ നടത്തി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ആവശ്യത്തിന് വെള്ളം എത്തിച്ചു തരുന്നുണ്ട്. എല്ലാവിധ ആശംസകളും ജയ വിജയന് നേർന്നു കൊണ്ടിട്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇത് വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഇടവഴിയായി. ഇത് ഇവിടം തൊട്ട് അങ്ങ് കയ്യൂരി പമ്പിൻ്റെ ഇവിടം വരെയുള്ള ഇടവഴിയായത്. പഴയ നടപ്പ് വഴിയാണ് പണ്ട് കാലത്തൊക്കെ ഉള്ളത്. അത് ഇതിനു മുമ്പ് പല മെമ്പർമാരും ഇവിടെ ജയിച്ച് വന്നിട്ടുണ്ടെങ്കിലും അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരാരും ചെയ്തു തന്നിട്ടില്ല. ഇത് ജയയുടെ നേതൃത്വത്തിൽ ആണ് ഇത് ഞങ്ങൾക്ക് ചെയ്തു തന്നത്. അപ്പം അതിന് ഇത്രയും നടപ്പാത ഇത്രയും കോൺക്രീറ്റ് ചെയ്ത് 200 മീറ്റർ ഉണ്ടാക്കി തന്നതിന് ജയയ്ക്ക് മെമ്പർക്ക് വളരെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഞങ്ങൾ. ഇവിടെ കുടിവെള്ളത്തിന് ക്ഷാമമുള്ളൊരു സ്ഥലമായിരുന്നു. ഇങ്ങനെ ഒരു പദ്ധതി വന്നതോടുകൂടി ആ ക്ഷാമമെല്ലാം മാറി ഞങ്ങൾക്കൊക്കെ വലിയൊരു ഉപകാരമായിരുന്നു. ഇത്രയും ഒരു സംവിധാനം ഒരുക്കി തന്ന തങ്ങം ടീച്ചറിന് നന്ദി പറഞ്ഞു. വർഷങ്ങളായിട്ട് ഇത് ഒരു ഇടവഴിയായിരുന്നു. നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പലരും അമ്മയും കൊണ്ടൊക്കെ ഹോസ്പിറ്റലിൽ പോകാനും പ്രായമായവരെല്ലാം വർഷങ്ങളായിട്ട് ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ 5 വർഷം ഭരിച്ചിരുന്ന നമ്മുടെ ജയചേച്ചി ആണ് ഈ ഒരു വഴിക്ക് വേണ്ടി നമുക്ക് വഴി തേടി നൽകുകയും പിന്നെ അടുത്തുള്ളവരുടെ എല്ലാം കൃപ കൊണ്ട് നമുക്ക് ഈ വഴി കിട്ടിയത്. അതിന് ഒരുപാട് നന്ദിയുണ്ട്. കൃഷിഭവൻ ചർച്ചയുമാണ് ഈ വഴിയുടെ പേരിട്ടിരിക്കുന്നത്. അത് ഈ ഭരണകാലത്ത് തന്നെ, ചേച്ചിയുടെ ഭരണകാലത്ത് തന്നെ നമുക്ക് കിട്ടിയതാണ്. അത് ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾക്ക് കുടിവെള്ളത്തിന് ഭയങ്കര വിഷമമായിരുന്നു. പല നേതാക്കന്മാരും പല രാഷ്ട്രീയക്കാരും ഭരണം നടത്തിയ സ്ഥലമാണ്. 10-25 വർഷമായിട്ട് ഞങ്ങൾക്ക് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ജയചേച്ചി ഈ ജയമെമ്പർ കയറിയ പിന്നെയാണ് ഞങ്ങളൊരാവശ്യം പറയുകയും ആ ആവശ്യം ജയമെമ്പർ പൂർത്തീകരിക്കുകയും ചെയ്തു തന്നു. ഞങ്ങൾക്ക് വെള്ളം കിട്ടുകയും അതുപോലെ തന്നെ റോഡിൻ്റെ പണി, മുകളിലേക്കുള്ള റോഡിൻ്റെ പണിയും പൂർത്തീകരിച്ചു തന്നു. അതിന് ഒരുപാട് നന്ദിയുണ്ട്. ജനഹിതം സ്ഥാനാർത്ഥികളോടൊപ്പം എന്നും ജനങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാവും. 24+ൻ്റെ എല്ലാ സ്ഥാനാർത്ഥികളോടൊപ്പമുള്ള പ്രോഗ്രാംസും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ 24+. താങ്ക് യു.